വിജയിക്ക് നിങ്ങൾ സുന്നത്ത് കർമ്മം ചേലാകർമ്മം നിങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ടോ? ചേലാകർമ്മം ചെയ്യാതെ അവൻ മുസ്ലിം ആകുമോ? അതൊന്ന് പറഞ്ഞേരി. അതായത് സുന്നത്ത് കല്യാണം, സുന്നത്ത് കർമ്മം, ചേലാകർമ്മം എന്നൊക്കെ പറയും. മുത്താണി വെട്ടലേ നമ്മൾ മുട്ട ഇങ്ങനെ കട്ട് ചെയ്യില്ലേ, അത് വിജയിന്റെ കഴിഞ്ഞിട്ടുണ്ടോ? ഹൈന്ദവ ക്ഷേത്രങ്ങളിലും മറ്റും ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾ ചെന്ന് ഒന്ന് തൊഴുത് കഴിഞ്ഞാൽ അവൻ വലിയ പാപിയായി, അവൻ വലിയ ദ്രോഹിയായി, അവൻ സംഖ്യയായി, ചാണകമായി, എല്ലാമായി. എന്നാൽ ഒരു ഹൈന്ദവ സഹോദരനെ കൊണ്ട് ഇങ്ങനെ വേഷം കെട്ടിപ്പിക്കല് ഏത് ഇസ്ലാമിന്റെ നിയമമാണ്? ഇതാണ് സുബൈർ ബാബു നിങ്ങളോട് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് അന്തസ്സില്ല ഗഡ്സില്ല പഠിച്ച പണ്ഡിതന്മാർക്ക് ആൻസർ പറയാൻ പറ്റുന്നത് പറഞ്ഞു തരും, അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോകാറില്ല, ഹൈന്ദവ ദൈവങ്ങളെ വന്ദിക്കാറില്ല, പൂജിക്കാറില്ല, വിശ്വസിക്കാറില്ല. ഇതല്ലേ സത്യം? സോഷ്യൽ മീഡിയയിലെ ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണ് തമിഴ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നമ്മുടെ ദളപതി വിജയ് നോമ്പ് നോറ്റതും നിസ്കരിച്ചതും പള്ളിയിൽ കയറിയതും ഇഫ്താർ വിരുന്നൊരുക്കിയതൊക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് അത് പ്രചരിപ്പിക്കുന്നു, വൈറലാക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ വിഷയം അതൊന്നുമല്ല. എൻ്റെ വിഷയം എന്താ അറിയോ? മുസ്ലിങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ ഇമാം കൗൺസിലിനോട്, ഓൾ ഇന്ത്യ ഇമാം കൗൺസിലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പറയാറുണ്ടല്ലോ ഒരു അമുസ്ലിമായ മനുഷ്യനെ പള്ളിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ പാടില്ല, അവൻ ഷഹാദത്ത് കലിമ ചൊല്ലണം, അവന് മറ്റുള്ളവർ നിസ്കരിക്കുന്നിടത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയാറുണ്ട്, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഞാനിതൊരു വിവാദത്തിന് വേണ്ടി പറയല്ല. ഇതിൻ്റെ കറക്റ്റ് എന്താണ് ഇതിൻ്റെ നിയമവശം? വിജയെ നിങ്ങൾ പള്ളിൻ്റെ ഉള്ളിൽ കയറ്റിയത്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഓൾ ഇന്ത്യ ഇമാം കൗൺസിലിനോടല്ല ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ട് തമിഴ്നാട് അതിനകത്ത് പെടുമല്ലോ. വിജയ്ക്ക് നിങ്ങൾ സുന്നത്ത് കർമ്മം ചേലാകർമ്മം നിങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ടോ? അതിനുശേഷമാണോ നിങ്ങൾ വിജയെ നിസ്കരിക്കാൻ വിട്ടത്? അതല്ല നിങ്ങൾ കലിമത്ത് ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമ നിങ്ങൾ ചൊല്ലി കൊടുത്തിട്ടുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ സിനിമാ സ്റ്റാറായ, സിനിമാ നടനായ ഒരു ആളെ, ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ നിങ്ങൾ പള്ളിക്കകത്തേക്ക് കയറ്റിയത്? ഞാൻ അതിനെ എതിർക്കുന്ന ആളല്ല, നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഹൈന്ദവ മതത്തിൽ ഒരിക്കലും അങ്ങനെയല്ല. എല്ലാവരെയും സ്വീകരിച്ച് ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്ന മതമാണ് ഹൈന്ദവ മതം. ഹൈന്ദവ വിശ്വാസികൾ അവർ ചർച്ചിൽ പോവാറുണ്ട്, മുസ്ലിം ദേവാലയങ്ങളിൽ പോവാറുണ്ട്, ഹൈന്ദവ ക്ഷേത്രങ്ങളിലും പോവാറുണ്ട്. എന്നാൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോവാറില്ല, ഹൈന്ദവ ദൈവങ്ങളെ വന്ദിക്കാറില്ല, പൂജിക്കാറില്ല, വിശ്വസിക്കാറില്ല. ഇതല്ലേ സത്യം? അങ്ങനെ ഇരിക്കെ നിങ്ങൾ വിശ്വാസത്തിനൊക്കെ മറികടന്ന് ഇസ്ലാമിക നിയമങ്ങൾക്കൊക്കെ വിരുദ്ധമായിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് തമിഴ് നടൻ ദളപതി വിജയ് ഒരു ഇഫ്താർ വിരുന്നൊരുക്കുന്നത്? വലിയ അത്ഭുതമല്ല. കേരളത്തിൽ ഒരുപാട് സഹോദരങ്ങൾ ഇഫ്താർ വിരുന്നൊരുക്കാറുണ്ട്. അതല്ല വിഷയം. പള്ളിക്കുള്ളിൽ എങ്ങനെ അദ്ദേഹം നിസ്കരിച്ചു? അതും ഒരു മുൻനിരയിൽ തന്നെ, തൊട്ടപ്പുറത്ത് പ്രധാനപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാരുടെ നടുക്ക് നിന്നിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ നിങ്ങൾ നിസ്കരിപ്പിച്ചത്? എങ്ങനെയാണ് അദ്ദേഹത്തിന് നിങ്ങൾ വുളൂഹ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തത്? അതല്ല, ആ ഒരു ഒരു അഭിനയത്തിൽ അദ്ദേഹം ഫാത്തിഹ സൂറത്താണോ ഓതിയത്? അത് എന്ത് സൂറത്തുകളാണ് അദ്ദേഹം പാരായണം ചെയ്തത്? അതല്ല, എന്താണ് നിങ്ങൾ ആ ഓരോ സുജൂദിലും റുക്കോയിലൊക്കെ ചൊല്ലേണ്ട ഓരോ ദിക്റുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഈ സിനിമാ നടനായ ദളപതി വിജയ് ചൊല്ലിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. സിനിമാ നടൻ വിജയനോട് ഞങ്ങൾക്ക് ഒരു വെറുപ്പുമില്ല, അദ്ദേഹത്തിനോട് സ്നേഹം കൂടുതലല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ നാടകം കളിപ്പിക്കുന്ന ഈ മാപ്പിളകൾ, ഈ മുസ്ലിം കൗമിനോടാണ് പുച്ഛം തോന്നുന്നത്. എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ ഒരു പൊറാട്ട നാടകം നിങ്ങൾ കളിപ്പിക്കുന്നത്? തമിഴ്നാട്ടിലെ മുസ്ലിം സഹോദരങ്ങളോടും അവിടുത്തെ ഇമാമിനോടൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്, അവിടുത്തെ മുല്ലാമാരോട്, അവിടുത്തെ മുസ്ലിയാക്കന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ആ പാവത്തിനെ കൊണ്ട് നിങ്ങൾ വേഷം കെട്ടിക്കുന്നത്? അദ്ദേഹം ഒരു ഇഫ്താർ വിരുന്ന് നടത്തി എന്നതിൽ നമുക്ക് ആർക്കും ഒരു എതിർപ്പില്ല. ഇവിടെ എന്താണ്, നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ഇഫ്താർ വിരുന്ന് നടത്താറുണ്ട്. എന്നാൽ പിണറായി വിജയൻ ഇന്നേ വരെ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ പൊറാട്ട നാടകത്തിന് പിണറായി വിജയൻ നിന്നിട്ടില്ല. അദ്ദേഹത്തിനെ കൊണ്ട് ഈ പൊറാട്ട നാടകം ഇവിടെ കേരളത്തിലുള്ള മറ്റു മുസ്ലിം മത പുരോഹിതന്മാർ ചെയ്യിപ്പിച്ചിട്ടില്ല.
എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു സ്റ്റെപ്പ് മാറിയിട്ട് അദ്ദേഹത്തിനോട് പ്രാർത്ഥന ചൊല്ലിക്കോട്ടെ, കുഴപ്പമില്ല. പ്രാർത്ഥന ചൊല്ലുന്നത് കമലാ സുരയ്യ മരിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പ്രാർത്ഥന ചൊല്ലുന്നതും ആമീൻ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതും അതുക്ക് മേലെ ഒരു പടി മറികടന്ന് അദ്ദേഹത്തിനെ കൊണ്ട് നിങ്ങൾ നിസ്കരിപ്പിക്കുക വരെ ചെയ്തു. ഇത് ദീനിന് യോജിച്ചതാണോ, അതല്ല തമിഴ്നാട്ടിലുള്ള മുസ്ലിം ഇമാം കൗൺസിലിന് യോജിച്ചതാണോ, ആൾ കേരള ഇമാം കൗൺസിലിന് യോജിച്ചതാണോ, വേൾഡിലെ ഇമാമിന് യോജിച്ചതാണോ, മുസ്ലിങ്ങൾക്ക് യോജിച്ചതാണോ? മുസ്ലിങ്ങളിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ? മുസ്ലിങ്ങളിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ? മുസ്ലിം അല്ലാത്ത ഒരാളെ സാധാ പൊറാട്ട നാടകം രൂപത്തിൽ അദ്ദേഹത്തിനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറയാൻ പാടുണ്ടോ? ഒരു നിസ്കാരം എന്നാൽ അതിൽ സുജൂദുണ്ട്, റുക്കോയുണ്ട്, അല്ലേ, എല്ലാം ഉണ്ട്. ഇതിനൊക്കെ ഇടയിൽ ഓരോ ദിക്കറുകൾ ചൊല്ലാനുണ്ട്. ഇതൊക്കെ അദ്ദേഹം ചൊല്ലിയിട്ടുണ്ടോ? അദ്ദേഹം ചൊല്ലിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വിജയന്റെ നേരെ തൊട്ട് ബാക്കിൽ ഇരിക്കുന്ന ഒരാളും സുജൂദിനടിയിൽ എണീറ്റ് നോക്കുന്നുണ്ട്. മനസ്സിലാവുണ്ട്? അത് കണ്ട് ചിരിയാ വന്നത്. അപ്പോൾ അമുസ്ലിങ്ങളായ സഹോദരങ്ങളെ കൊണ്ട് എന്തിനാണ് ഈ വേഷം കെട്ടിപ്പിക്കൽ? എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? മുസ്ലിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങളെ ആ ചിന്തയിൽ നിന്നും നിങ്ങളുടെ ആ ഒരു ആലോചനയിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്നുണ്ടോ? ഹൈന്ദവ ക്ഷേത്രങ്ങളിലും മറ്റും ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾ ചെന്ന് ഒന്ന് തൊഴുതു കഴിഞ്ഞാൽ അവൻ വലിയ പാപിയായി, അവൻ വലിയ ദ്രോഹിയായി, അവൻ സംഖ്യയായി, ചാണകമായി, എല്ലാമായി. എന്നാൽ ഒരു ഹൈന്ദവ സഹോദരനെ കൊണ്ട് ഇങ്ങനെ വേഷം കെട്ടിപ്പിക്കല് ഏത് ഇസ്ലാമിന്റെ നിയമമാണ്? ഇതാണ് സുബൈർ ബാബു നിങ്ങളോട് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് അന്തസ്സില്ല, ഗഡ്സില്ല പഠിച്ച പണ്ഡിതന്മാർക്ക് ആൻസർ പറയാൻ പറ്റുന്നത് പറഞ്ഞു തരും. അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായി ഓടിക്കൊണ്ടിരിക്കുക വിജയുടെ നിസ്കാരവും വിജയുടെ പ്രാർത്ഥനയും. അത് ചില മുസ്ലിം ചാനലുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. വിജയ് നല്ല പുണ്യപ്രവർത്തനം ചെയ്തു. വിജയ് ഒരു കോപ്പും ചെയ്തിട്ടില്ല. വിജയ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് അഭിനയിച്ചു എന്ന് മാത്രം. അതിൽ കൈയടിച്ച് പാസ്സാക്കുന്ന കുറെ കഴുതുകളായ മുസ്ലിങ്ങളും, അത്ര തന്നെ. അതിനപ്പുറം ഒരു കോപ്പുമില്ല. മുസ്ലിം സഹോദരങ്ങളോ സഹോദരിമാരോ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ ഏതെങ്കിലും ചർച്ചിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പൊങ്കാലിടുന്നു. നിങ്ങൾ ഈ വിജയിനെ കൊണ്ട് ഈ പൊറാട്ട നാടകം കളിപ്പിച്ചതിന് എന്താണ് ചെയ്യേണ്ടത്? പാവം വിജയിന്റെ ഫണ്ട് ഉപയോഗിച്ചായിരിക്കും ഒരു പക്ഷേ ഇഫ്താർ വിരുന്നൊരുക്കിയത്. അതൊക്കെ റേറ്റ്. അദ്ദേഹം നോമ്പെടുത്തു എന്ന് പറയുന്നു. നോമ്പെടുക്കുന്ന എത്രയോ ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. 30 വർഷമായിട്ടും 40 വർഷമായിട്ടും അവരൊന്നും നിസ്കരിക്കാറില്ല. നിസ്കരിക്കണമെങ്കിൽ അത് നിസ്കാരമാകണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ചേലാകർമ്മം നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനൊന്ന് തെളിവ് തരും. ചേലാകർമ്മം ചെയ്യാതെ അവന് മുസ്ലിമാകുമോ? അതൊന്ന് പറഞ്ഞുതരും. അതായത് സുന്നത്ത് കല്യാണം, സുന്നത്ത് കർമ്മം, ചേലാകർമ്മം എന്നൊക്കെ പറയും. മുത്താണി വെട്ടലേ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യില്ലേ, അത് വിജയന്റെ കഴിഞ്ഞിട്ടുണ്ടോ? അതോ വിജയ് ഇപ്പം നിങ്ങളെ കാഴ്ചപ്പാടില് മുസ്ലിം മതവിശ്വാസിയാണോ? അറിയാത്തവനെ ചോദിക്കുകയാണ്. അറിയുന്ന ആൾക്കാര് ഒന്ന് കമന്റിൽ ഒന്ന് പറഞ്ഞു തരും. സുബൈർ ബാബുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതോ ഇസ്ലാമിക മത വിശ്വാസത്തിൽ നിയമ ബുക്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ? പുതിയ എന്തെങ്കിലും തിരുത്തലുണ്ടാക്കിയോ? നിങ്ങൾ ഹൈന്ദവ സഹോദരങ്ങളെ ഇങ്ങനെ കൊടുത്തിട്ട് അത് ഇസ്ലാം മതം സ്വീകരിക്കാതെ അവനെ കൊണ്ട് ഇങ്ങനെ നാടകം കളിപ്പിക്കുക എന്നുള്ള പുതിയ ഫത്വ എന്തെങ്കിലും ഇറക്കണോ? ഇറക്കണെന്ന് പറഞ്ഞതിന് ഞങ്ങന്മാരെ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. വല്ലാത്ത ജാതിയാളങ്ങൾ കേട്ടോ. നിങ്ങൾ എന്തും ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഹൈന്ദവ സഹോദരങ്ങളോ ക്രൈസ്തവ സഹോദരങ്ങളോ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അവരോട് പൊങ്കാലിടും. സുരേഷ് ഗോപി മുമ്പ് ഒരു പള്ളിയിൽ വന്നിട്ട് ഇഫ്താർ വിരുന്ന് കയറിയിട്ട് അദ്ദേഹം കഞ്ഞി ഇങ്ങനെ നക്കിയ, കഴിഞ്ഞ വർഷം അത് കഞ്ഞിപ്പാത്രത്തിൽ ഇങ്ങനെ നക്കിയിട്ട് ഇങ്ങനെ നാവോട് ഇങ്ങനെ അടിച്ച്. അപ്പൊ എന്തൊക്കെയായിരുന്നു പരിഹാസം അല്ലേ? എന്നും ചെയ്യാം നിങ്ങൾക്ക്. ചില ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് ഇരട്ടത്താപ്പ്, മറ്റു ചിലർ വന്നിട്ട് നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പുണ്യപ്രവർത്തനം. വല്ലാത്ത ജാതിയാണ് നിങ്ങൾ. സമ്മതിച്ചിരിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ.